നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഒരു ഡെക്കോർ ഉണ്ടാക്കിയാലോ. ഫൈനൽ ലുക്ക് ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അതില്ലാത്തതും കൊണ്ടാണ് ഞാൻ ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മൾ ഫ്ലസ്ക് ഒക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒട്ടിക്കുക. അതിൽ സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അടിയിലും ഒരു ഷീറ്റ് വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വെട്ടി ഫിനിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ് പോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓർബീസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. നിങ്ങൾ ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് നമ്മൾ മിനി ബോട്ടിൽ ഓർബീസ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് കീച്ചൻ ഉണ്ടാക്കുന്ന വീഡിയോ പാർട്ട് 1 ഉം 2 ആയിട്ട് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ച ഫൈനൽ പാർട്ടായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഗ്ലാസിൻ്റെ ബോട്ടിലോ ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു ഗ്ലാസ് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം. എവിടെയും കണ്ടതല്ല, എൻ്റെ ഐഡിയക്ക് അനുസരിച്ചാണ്. അപ്പം ഇത് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഓർബീസ് കളർ അതുപോലെ മിക്സ് ചെയ്ത് ചെടിയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഓർബീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ച് ചെടിയൊക്കെ അതുപോലെ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് നേരം വെക്കുമ്പോൾ പോകും. അങ്ങനെ മേലെ വരെ നമ്മൾ ഓർബീസ് ഒന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ. ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബബിൾസൊക്കെ പോയിക്കോളും. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നടുക്കിൽ നമ്മൾ മെഴുകുതിരിൻ്റെ നടുക്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു തിരി കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ മേലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് തീ എത്തിച്ച് കൊടുക്കാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഡെക്കോർ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഫൈനൽ ലുക്ക് കാണാൻ നല്ല ഭംഗി കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പം ഫൈനൽ പാർട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.